ചെയ്യുമ്പോഴും മുറിയാതെ ഖുർആൻ തവണയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഉസ്താദിന്റെ വഫാത്തിന്റെ മുമ്പ് ഏത് മരണ വീട്ടിലും ഓരോ ജുസഇന്റെ ഖുർആനുമായി ഉസ്താദ് ചെല്ലാറുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഇങ്ങനെ ഓതിപ്പിക്കും. ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കറിയണം, ആ വല്ലാത്ത ഖുർആൻ ഒത്ത് നിർത്തിയപ്പോഴാണ് മമ്പറന്തങ്ങൾ അവർക്ക് ചേറുൾപ്പടയിൽ വെടിയേറ്റത് എന്ന ചരിത്രം പറയുമ്പോ, നിങ്ങളെ വീടുകളിൽ ഖുർആൻ ഒത്തില്ലാതെയായാൽ, നാട്ടിൽ ഖുർആൻ ഇല്ലാതെയായാൽ അപകടങ്ങളും ദുരന്തങ്ങളും പ്രതീക്ഷിച്ചു കൊള്ളണം. അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ ശത്രുവിന്റെ പ്രഹരങ്ങളും നിങ്ങളെ കേൾക്കുന്നുവെങ്കിൽ എല്ലാ മുസീബത്തും തടുത്ത അങ്ങനെയാണ്. മമ്പറന്നകളെ ചരിത്രത്തിൽ ഒന്ന് കുടിയോത്തായിരുന്നു, രണ്ടാമത്തത് കുത്തുബിയത്തായിരുന്നു. ഒന്നരായ തങ്ങളവറുകൾ പ്രിയപ്പെട്ട അബൂബക്കർ സേട്ടിനെ ഒരുപാട് പുകഴ്ത്തിയപ്പോ ജീലാനി, അത് വലിയൊരു പദമാണ്, അതിലെല്ലാം ഉണ്ട്. മമ്പറന്നകൾ കുത്തുബിയത്ത് ചെല്ലിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് മജ്‌ലിസ് സംഘടിപ്പിക്കും, ഔലിയാക്കളെയും സാലിഹീങ്ങളെയും മഹബത്ത് വെക്കും. നിങ്ങൾക്കറിയണം, ഇന്ന് ഇടിയങ്ങര ശൈഖ് എന്ന് പറയുന്ന കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ നേർച്ച നടക്കുക. ആ മഹാന്റെ ചരിത്രം ബഹുമാനപ്പെട്ട ശംസുലമ അല്ലാഹു ദറജ കൊടുക്കട്ടെ, അവർ എഴുതി വെച്ചത് കാണാൻ കഴിയും. മമ്പറന്നകളോട് സിയാറത്തിന് പോകുമ്പോ കല്ലായി പാലത്തിൽ ചെരുപ്പൂരി വെച്ചിട്ടാണ്. അത്രയും വലിയ മഹാനായ ഖുത്ബുല്ലാലം മടവൂർ ശൈഖിന്റെ വർഷങ്ങളോളം കഴിഞ്ഞത് ഇടിയങ്ങര അലാവുദ്ദീൻ യൂസി തങ്ങളെ ചാരങ്ങളുടെ ബർക്കത്ത് കിട്ടാനാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അന്ന് മമ്പറന്തങ്ങൾ കർക്കശമായി വീടുകളിൽ ഖുർആൻ ഒത്ത് നിർബന്ധമാക്കി. ഇന്നത്തെ ഈ സന്നദ്ധാന ചടങ്ങിന്റെ ഒരു സമ്മാനമായി ഓരോ ബാപ്പയും ഉമ്മയും പതിഞ്ഞെടുക്കണം. വ്യത്യസ്ത തർക്കങ്ങളുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്, വ്യത്യസ്ത ആളുകളുണ്ട്. അള്ളാന്റെ കലാമായ ഖുർആൻ ഓതാൻ പറയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ട്? എന്തിനാ വിവാദത്തിലേക്ക് നടക്കുന്നു? ഈ ഖുർആൻ ഇങ്ങനെ ഓതിയാൽ മനസ്സിൽ ഇങ്ങനെ മയമായ സ്വഭാവങ്ങൾ വരും, നന്നാകും. തന്റെ ഭാര്യ തന്റെ മുത്തുനബിയെ കൊല്ലണം, തന്റെ പെങ്ങളെ കൊല്ലണം, തന്റെ ഭർത്താവിനെ കൊല്ലണം. കിസ്റാവിറക്കും കൈസറും നെട്ടുന്നതാ, മിസ്രിൽ മുഖൗഖിസ് കെട്ടുടൻ വിറക്കുന്നതാ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഗൗരവമായ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്ന് മൃദുലമായ സ്വഭാവത്തിലേക്ക് എത്തിയത് അള്ളാന്റെ കലാമായ ഖുർആനുമായുള്ള ബന്ധമാണെങ്കിൽ ഒരു കാമ്പൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോ എന്ന് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം ഖബറിലേക്ക് പോകുമ്പോ മൂന്നാമത്തെ ദിവസം റൂഹ് വരുന്നു, ശരീരത്തെ കാണുന്നു, 5ലും 7ലും കാണുന്നു. തന്റെ ശരീരം പുഴുക്കളാൽ നിറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ തന്റെ ശരീരത്തെ ഭൂമി തിന്നാത്ത 5 വിഭാഗം ജനങ്ങളാണ്. എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഈ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും ദിവസം തന്റെ ശരീരത്തെ കാണാൻ ആത്മാവ് വരുന്ന സമയം ശരീരം പുഴുക്കളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ 3-ന് കണ്ണോക്ക് എന്നാ പറയൽ, കണ്ണ് നഷ്ടപ്പെടുന്ന ദിവസം. ഈ കണ്ണിലെ സിനിമ കാണുന്നു, ബ്ലൂ ഫിലിം കാണുന്നു, വാട്സപ്പ് കാണുന്നു, അതുപോലെ എന്തെല്ലാം കാണുന്നു. അള്ളാന്റെ കലാമായ ഖുർആനൊന്നും മറിച്ചിട്ട് നോക്കിയെന്ന് പറയാൻ 2 കണ്ണാല് കാണുന്ന ഈ ജനം, 2 കണ്ണില്ല കാണാത്ത ഈ മനം, കണ്ടു ചോദിക്കാൻ വയ്യം നോർക്കണം, എല്ലാം ദൈവീകമായ പരീക്ഷണം. ഈ കണ്ണ് നഷ്ടപ്പെട്ടാൽ ലോകത്തൊരു ശക്തിക്കും തിരിച്ചറിയാൻ കഴിയില്ല. ആ കണ്ണ്
ചീഞ്ഞു പോണ ദിവസമാണ് മൂന്നാമത്തെ ദിവസം. ഞാൻ ചുരുക്കാണ്, 5 വിഭാഗം ജനങ്ങള് അല്ലാഹു തആല ഭൂമിക്ക് കൊടുക്കൂല, ആ ശരീരത്തിന് കേടുപാട് പറ്റൂല. 1 അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്, 2 ശുഹദാക്കന്മാരാണ്, 3 ഉഖ്റവിയായ ആലിമാണ്, 4 നിഷ്കളങ്കമായി പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനാണ്. ഇത് 4 എല്ലാവർക്കും പറ്റില്ല. നബിമാരാകാൻ പറ്റൂല, ശുഹദാക്കളായിക്കൊള്ളണമെന്നില്ല. അന്ന് വിചാരിച്ചവരെ ആലിമാവും, എല്ലാവരും പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവരാവൂല. എങ്കിൽ 5ാമത്തെ ഒരു വിഭാഗമുണ്ട്, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അതുമായി ഓതുന്നവരും ബന്ധപ്പെടുന്നവരും. അവരുടെ ശരീരം അല്ലാഹു ഭൂമിക്ക് കൊടുക്കൂല. റസൂലുള്ളാഹി ഖബർ എയർ കണ്ടീഷൻ ആകണ്ടേ? ഖബർ എയർ കണ്ടീഷൻ ആകണ്ടേ? നിങ്ങൾക്കറിയോ, AC ഇല്ലാതെ ഉറങ്ങണില്ലല്ലോ. ഖബർ എയർ കണ്ടീഷൻ ആകണം. അതിന്റെ മാർഗം എന്താണ്? مولاي صل